അയ്യോ എൻ്റെ റേഡിയോയ്ക്ക് എന്തോ പറ്റി. അയ്യോ എന്നാ പറ്റിയുണ്ട്. നല്ല പാട്ട് കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഇടയ്ക്കൊക്കെ ഉള്ള സുഖം. റേഡിയോ തല്ലിപ്പൊട്ടിക്കണ ഒരു കാര്യമില്ല. പക്ഷെ എന്നാന്നോ ഈ നല്ലപ്പോഴാന്നേ ഇതിനകത്ത് ഈ പഴയ പാട്ടുകളൊക്കെ മുഹമ്മദ് റബിയുടെ പാട്ടല്ലേ ആ റേഡിയോ ഓഫ് ചെയ്തു രണ്ടുപേരും പാടിക്കത്തണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് മുഹമ്മദ് റബിയുടെ അങ്ങനെയൊന്നുമില്ല. ആ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുണ്ട്. ധാരാളം. ചൗദവീ കാ ചാന്ദ് ഹോ या आफ़ताब हो जो भी हो तुम खुदा की कसम लाजवाब हो चौदहवीं का चांद हो. നല്ല മണം. അതോ അതെ എന്നാന്നോ ഞാനൊരു ക്രിസ്മസ് ഒക്കെ അടുക്കുമല്ലേ, അന്നേരം ഞാനൊരു താറാവ് റോസ്റ്റ് അച്ചായന് ചെയ്തേക്കുന്നേ. ഓ നമ്മുടെ കോട്ടയംകാർക്ക് പ്രിയമുള്ള സാധനം. പിന്നെ പിന്നെ അല്ലാതെ എന്ത് ചേർത്തി വന്നില്ലേ? ചേടത്തിയുടെ കാര്യം പറഞ്ഞാൽ ചേടത്തി വരണമെന്നുണ്ടായിരുന്നു. ഇന്ന് വലിയൊരു പ്രോഗ്രാം ഒഴിവാക്കാനൊക്കാതെ വന്നുകൊണ്ടാണ്. ഒരു ദിവസം കൊണ്ടുവരാം. ഇനി കൊണ്ടുവരാം. ഒരു വിഷമം പറഞ്ഞേക്കണേ. അത് പറയും. ചേടത്തി പറഞ്ഞ ഓരോ കാര്യങ്ങളുണ്ട്, അത് അങ്ങോട്ട് പറയാൻ വഴക്കാന്നോ. എന്നാ പിന്നെ നമുക്ക് ഇരുന്ന് കേൾക്കാം. അതായിരിക്കും. എന്തായാലും അച്ചായനുള്ള ഭക്ഷണം തന്നേച്ചിരുന്ന് വിശേഷം ചോദിക്കാം. അല്ല എനിക്ക് അറിയാൻ വേണ്ടി അച്ചായൻ എന്ന് വിളിക്കുന്നത് എന്താ ഉദ്ദേശിച്ചത്? എന്റെ പ്രായം മനസ്സിൽ കണ്ട് ചോദിച്ചതാണോ? നമ്മൾ ബഹുമാനിക്കണ്ടേ? എല്ലാരും അച്ചായൻ എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ബേസിക്കലി ഞാൻ കോട്ടയത്തിൽ നിന്നല്ലയോ, അന്നേരം പിന്നെ എന്നെ അപ്പനും അമ്മയും ഒക്കെ പഠിപ്പിച്ചേക്കുന്ന അങ്ങനെ തന്നെയാ. പ്രായമുള്ളവരൊക്കെ അതാ ഇച്ചിരി 2 വയസ്സിന് മൂത്ത അന്നേലും വിളിച്ചോളാന്നാ പറഞ്ഞേക്കണം. 5-6 വയസ്സിന്റെ വ്യത്യാസം. ആ സത്യ അത് ശരിയാ. ശരിക്കും പറഞ്ഞ പ്രേം നസീർ സാറിന്റെ കാലം മുതൽ ഇപ്പൊ നെവിൻ പോളിയുടെ കാലം വരെ അച്ചായൻ ഉള്ളോണ്ട് പിന്നെ എനിക്ക് 2 വയസ്സിന് എന്നെക്കാട്ടിലും. പക്ഷെ എന്നാന്നറിയോ, ആ ഒരു യൂത്ത് ഇപ്പോഴും അച്ചായനിലുണ്ട്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും നല്ലൊരു ഇത് പറഞ്ഞേ. പക്ഷെ എന്നാന്നോ എനിക്ക് വലിയ കൺഫ്യൂഷൻ എന്നാ പറ്റിയെന്നറിയോ, അച്ചായന്റെ പേര് കേൾക്കുമ്പോഴത്തേനും ഒരു അച്ചായൻ എഫക്റ്റ് ഇല്ല. എഫക്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ശരിക്കും കറിയാച്ചനാണ്. ഞാൻ വീട്ടിലെ കറിയാച്ചനാണ്. പിന്നെ പ്രേംപ്രകാശ് ആയത് എനിക്ക് ജോസ് പ്രകാശ് എന്നൊരു സഹോദരൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പേര് വന്നു. ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കളുള്ള ഒരു കുടുംബത്തിലെ ആളാണ് ഞാൻ. 1-മനാണ് ജോസ് പ്രകാശ്, 8-മനാണ് ഞാൻ. ഏറ്റവും ഇളയത് ഏറ്റവും ആ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും. പിന്നെ എന്നെ നിങ്ങളിവിടെ വിളിക്കാനും അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ ഇവിടെ വിളിക്കാനുള്ള കാരണക്കാരൻ ജോസ് പ്രകാശ് തന്നെയാണ്. ഒരു പക്ഷേ ജോസ് പ്രകാശ് ഇല്ലെങ്കിൽ ഈ കറിയാച്ചൻ എന്ന ഈ പ്രേംപ്രകാശ് എന്ന് ഞാനില്ല. ഞാൻ കറിയാച്ചനായിട്ട് ഇപ്പോഴും ഇരിക്കും. അങ്ങനെ പേരിട്ടത് ഞാനിട്ടതല്ല. എനിക്ക് ആ പേര് തന്നത് ഞാൻ ഈ ചെറുപ്പകാലം മുതൽ പറഞ്ഞ പോലെ പാട്ട് അഭിനയത്തോടൊക്കെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കോട്ടയം YMCA എല്ലാ വർഷവും നടത്തുന്ന ഒരു മ്യൂസിക്കൽ കോമ്പറ്റീഷനുണ്ട്. 2 വർഷം അടുപ്പിച്ച് മ്യൂസിക്കിന് ഫെസ്റ്റ് കിട്ടി. അപ്പോൾ അവിടെ ജഡ്ജായിട്ട് വന്നിട്ട് നമ്മുടെ മലയാള മനോരമയിലെ അന്നമ്മ കൊച്ചമ്മ എന്ന് ഞാൻ വിളിക്കുന്ന മിസസ് കെ മാത്യു. ഞാൻ അമ്മച്ചിയുടെ ഒരു വലിയ ആരാധികയാണ്. വെരി ഗുഡ്. അപ്പം അന്നമ്മ കൊച്ചമ്മയും പിന്നെ ഒരു മൈക്രോണ്ടായിരുന്നു വയലിനിസ്റ്റ്. ഇവർ ജഡ്ജസ് ആയിരുന്നു. ഈ ജഡ്ജസ് എൻ്റെ ഈ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ വളരെയധികം അവർക്ക് 2 പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പോൾ പറഞ്ഞു കറിയാച്ചൻ എന്നുള്ള പേര് അത്ര പോരാ, നമുക്കൊന്ന് മാറ്റാം. ഇതൊരു എന്ത് പേരാ, ഒരു സാധാരണ ഒരു കോട്ടയം ചായൻ്റെ ഒരു പേര് പോലെ ഇരിക്കുന്നല്ലോ, ഇത്ര ചെറുപ്പത്തിലെ കറിയാച്ചൻ എന്നൊക്കെ അങ്ങനെ വിളിക്കും, നമുക്കൊരു പേരിട്ടാലോ. ഞാൻ പറഞ്ഞു ഒരു പേര് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് 64-65 കാലഘട്ടമാണ്. അന്ന് അവരുടെ മനസ്സിൽ പ്രേം നസീറുണ്ട്, ജോസ് പ്രകാശ് എന്ന ഒരു വില്ലൻ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രേം നസീറിൻ്റെ പ്രേമും ചേട്ടച്ചാരി പ്രകാശ് എന്നുള്ള ജോസ് പ്രകാശിൻ്റെ പ്രകാശം കൊണ്ട് ചെയ്തിട്ട് പ്രേം പ്രകാശം. സത്യം പറഞ്ഞാൽ എനിക്ക് ആ പേരിനോട് അത്ര ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ആ ചെറുപ്പത്തിൻ്റെ ഇതുകൊണ്ട് എന്നാൽ കിടക്കട്ടെ, ശരിയാ സിനിമയിലൊക്കെ കയറാനുള്ളതല്ലേ. അങ്ങനെ വന്നപ്പോൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ഇപ്പോഴും കറിയാച്ചൻ എന്ന് വിളിക്കപ്പെടുന്നതാണ് എനിക്കിഷ്ടം.
അച്ഛാ ഇപ്പം പേര് കിട്ടി അപ്പൊ കറിയാച്ചൻ എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും അറിയാം കേട്ടോ. ആനീസ് കിച്ചൺ, അതെ, ആനിയുടെ അടുക്കള കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും അറിയാം. ഇനിയിപ്പം പ്രേംപ്രകാശ് എന്ന് വിളിക്കുമല്ല, കറിയാച്ചായോന്നേ വിളിക്കത്തുള്ളൂ. അപ്പം ഈ അത് മ്യൂസിക്കൽ ഇതെല്ലാം കഴിഞ്ഞേച്ച് ഫസ്റ്റ് എൻട്രി ടു ദ ഫിലിം എങ്ങനെയായിരുന്നു? സ്ട്രേറ്റ് ആക്ടിങ് ആയിരുന്നോ? അല്ല, എൻട്രി ടു ദ ഫിലിം എന്ന് പറയുന്നത് എനിക്ക് പാട്ടിനോട് കൂടുതൽ താല്പര്യമുള്ള, അഭിനയത്തേക്കാൾ കൂടുതൽ പാട്ടായിരുന്നു എൻ്റെ. കാരണം ജ്യേഷ്ഠനും ജോസ് പ്രകാശും നന്നായിട്ട് പാടും, എൻ്റെ സഹോദരിമാർ പാടും. അപ്പോൾ പാട്ടിനോടൊരു അഫിനിറ്റി ഉള്ളൊരു കുടുംബമായിരുന്നു ഞങ്ങൾ. അപ്പോൾ വളരെ ചെറുപ്പം മുതലേ ഞാൻ പാടുമായിരുന്നു. അപ്പോൾ പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ട് സിനിമയിൽ പാടിക്കൂടാ, ചേട്ടനൊക്കെ ഇങ്ങനെ ഇൻഡസ്ട്രിയിലുണ്ടല്ലോ, അങ്ങനെയാണല്ലോ, ഒരു റെക്കമെൻഡേഷൻ ഇല്ലാതെ കിട്ടുകയല്ലോ. അങ്ങനെ ജ്യേഷ്ഠനോട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. പിന്നെ ഈ മൈക്കിളും അനൂപച്ചമ്മയും ഒക്കെ പറഞ്ഞു, എന്തുകൊണ്ട് അനിയനെ ഒന്ന് പാടിച്ചു, സിനിമയിലൊന്ന് നോക്കിക്കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനാണ് ബാബുരാജിനെ പരിചയപ്പെടുത്തുന്നത്, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. 68 കാർത്തിക എന്ന സിനിമ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ പോകുന്നു, ഒരു ഓഡീഷൻ കൊടുക്കുന്നു. ആ ഓഡീഷന് രേവതി സ്റ്റുഡിയോയിൽ പോയി 2 പാട്ട്, ഞാൻ ഒരു ഹിന്ദി പാട്ട് പാടി, ഒരു മലയാളം പാട്ട് പാടി. 2ഉം ബാബുരാജിന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിലെനിക്ക് ഒരു 6 വരി കവിത പാടിച്ചു. അത് കഴിഞ്ഞ് രക്ഷപ്പെട്ടില്ല എന്നുള്ളത്, പാട്ട് പഠിച്ചിട്ടില്ലാത്ത ഒരാളായതുകൊണ്ട്, പിന്നെ പാട്ടറിയാവുന്ന പലരും വന്നതുകൊണ്ട് നമ്മൾ പുറകോട്ട് പാട്ട് എന്നുള്ളത് ഉപേക്ഷിച്ചു. കാരണം എനിക്ക് ബേസിക്കായിട്ട് പാട്ട് പഠിച്ചിട്ടില്ല. പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. കേട്ട് പാട്ട് പാടാം, ഏത് ഹിന്ദി ആണെങ്കിലും മലയാളം ആണെങ്കിലും ഒക്കെ പാടാം. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതേതാ പാട്ട് ഫസ്റ്റ് പാടിയേ? യൂസഫ് അലി സാറാണ്, യൂസഫ് അലി കേച്ചേരി. ഇതാണ്. കാർത്തിക നക്ഷത്രത്തെ പുണരുവാനെന്തിന് പുൽക്കൊടി വെറുതെ മോഹിച്ചു, മാനത്തെ മുത്തിന് കൈ നീട്ടി മനം പൊട്ടിക്കരയുന്നതെന്തിനു നീ. ഇതാ പാടിയത്. ശരിക്കും അപ്പൊ അന്നേരം മച്ചാൻ എങ്ങനെ അഭിനയത്തോട്ട് വന്നേ? അഭിനയത്തോട്ട് വന്നത് 1970 70. അപ്പോൾ ഈ പറഞ്ഞ പോലെ കോളേജിൽ ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് ആക്ടറാണ്. SB കോളേജിലും ഞാൻ പഠിച്ചപ്പോൾ ബെസ്റ്റ് ആക്ടറാണ്, CMS കോളേജിലും അതെ. അപ്പോൾ ഈ രണ്ടിനോടും താല്പര്യമുണ്ട്. അപ്പോഴൊക്കെ ജ്യേഷ്ഠൻ്റെ ഒരു സഹായത്തോടുകൂടിയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. അങ്ങനെ സേതുമാധവൻ സാറിൻ്റെ അരനാഴിക നേരം എന്ന ചിത്രത്തിൽ നല്ലൊരു വേഷം കിട്ടി. അതേ തുടർന്ന് എനിക്ക് സേതുമാധവൻ സാർ തന്നെ കുറേ പടങ്ങളിൽ ചാൻസ് തന്നു. ചട്ടക്കാരി, പണിതീരാത്ത വീട്, എല്ലാവരും കാമുകനാണ് നമ്മുടെ നന്ദിത ബോസിൻ്റെ. ചട്ടക്കാരിയിൽ പിന്നെ ലക്ഷ്മിയുടെ ബ്രദർ, അത് 70, 71, 72 കാലം. പിന്നെ അവിടുന്ന് കുറേ പടങ്ങളിൽ അങ്ങ് അഭിനയിച്ചു. അതിനുശേഷം 78 ഒരു നിർമ്മാതാവിൻ്റെ ഒരു മേലങ്കി കയറിയെടുത്തു. എന്നാലും അഭിനയം വിട്ടിട്ടില്ല. എങ്ങനെയാ നിർമ്മാണ രംഗത്തേക്ക് വന്നേച്ചേനെ? നിർമ്മാണ രംഗത്ത് വന്നത് ഞാൻ 78 പറഞ്ഞല്ലോ. അപ്പം നല്ലൊരു സിനിമ എടുക്കണം, നല്ലൊരു സിനിമ വെച്ചാൽ സിനിമ എടുക്കണം. അങ്ങനെ എൻ്റെ ഭാര്യ കോളേജ് ആയിരുന്നു, പ്രൊഫസറായിരുന്നു. അല്ല, BCM കോളേജ്. അപ്പോൾ റിട്ടയർ ചെയ്തിപ്പം ഞങ്ങളൊക്കെ ഈ വായിക്കും, പ്രത്യേകിച്ച് വൈഫ് കണ്ടോനം വായിക്കും. അപ്പോൾ അതിന് ഡൈജസ്റ്റിലൊരു കഥ വന്നു, റീഡേഴ്സ് ഡൈജസ്റ്റിൽ റിച്ചി മൈ സൺ മൈ എനിമി എന്നും പറഞ്ഞൊരു സംഭവ കഥ. അത് സിനിമയ്ക്ക് പറ്റിയൊരു കണ്ടൻ്റ് ഉണ്ടെന്ന് എന്നോട് പറയുന്നത് വൈഫാണ്. അപ്പോൾ ഞാൻ ഓർത്തു, ശരി നമുക്കിതൊന്ന് സിനിമയാക്കാം. ആരെഴുതും, ആര് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ അന്ന് പത്മരാജൻ റൈറ്ററായിട്ട് കത്തി നിൽക്കുന്ന സമയം, നന്നായിട്ട് എഴുതുന്ന സമയം, നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. അതായത് ഇത് മലയാള സിനിമ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ, ദ ബെസ്റ്റ് സ്റ്റിൽ ഇതുവരെ മറികടക്കാൻ ആരും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ട് അദ്ദേഹത്തോട് ഈ കഥ പറഞ്ഞ് അങ്ങനെ എഴുതി തന്നാൽ IV ശശിയെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യണം. അന്ന് എൻ്റെ മനസ്സിൽ IV ശശി അന്ന് നല്ല ഡയറക്ടർ. അങ്ങനെ ഞാൻ പത്മരാജനെ വന്ന് കാണുന്നു, സംസാരിക്കുന്നു, കഥ കൊടുക്കുന്നു, എൻ്റെ ഉദ്ദേശം പറയുന്നു. വായിച്ചിട്ട് പറഞ്ഞു, ഇത് നല്ല കഥയാണ്, പക്ഷേ ഈ 78 കാലഘട്ടത്തിൽ എടുക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റല്ല. അത് ഈ ഡ്രഗ് അഡിക്ഷൻ കൊണ്ട് നശിച്ചു പോകുന്ന ഒരു കുടുംബവും അങ്ങനെ അതിൻ്റെ പേരിൽ അച്ഛനാൽ കൊല്ലപ്പെടുന്നൊരു മകനും, അതാണ് കഥ. നല്ല സംഭവമാണ്, ഒരു റിയൽ സ്റ്റോറി. അത് സിനിമയ്ക്ക് ഈ കാലഘട്ടത്തിന് പറ്റിയല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, പത്മനാഭൻ്റെ എന്തെങ്കിലും കഥയുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സിനിമയാക്കാനാണ്. പറഞ്ഞു, എൻ്റെ ഒരു കഥയുണ്ട്, അതിപ്പോൾ മാതൃഭൂമി വീക്കിലിയിൽ വന്നുകൊണ്ടിരിക്കുന്നു, പെരുവഴി അമ്പലം എന്നാണ് ആ നോവലിൻ്റെ പേര്. ഞാൻ പറഞ്ഞു, ഞാനും വൈഫും വായിക്കുന്ന കഥയാണ്, ഞാൻ ഈ മാതൃഭൂമിയുടെയൊക്കെ സ്ഥിരം വായനക്കാരനാണ്.
ആ നോവൽ ഞാൻ വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഓരോ വരകളും എൻ്റെ മനസ്സിലുണ്ട്, ഓരോ ക്യാരക്ടറിന്. ഞാൻ വായിക്കുന്നുണ്ടെന്ന്. അതിങ്ങനെ വേണമെങ്കിൽ സിനിമ ആക്കാം. ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പേടി വന്നില്ല സിനിമ എടുക്കുമെന്നൊക്കെ പറയുന്ന ഒരു നഷ്ടക്കച്ചവടം ഒന്നും തോന്നിയില്ല. കാരണം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന പത്മനാഭൻ എന്ന് പറഞ്ഞ അങ്ങേറ്റം ഞാൻ ആരാധിക്കുന്ന ഒരു തിരക്കഥാകൃത്ത് മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പം ഇത് സിനിമയാക്കാൻ തരാം എന്ന് താല്പര്യം വരുമ്പോഴത്തേനും ഞാൻ നാച്ചുറലി ഞാൻ പറഞ്ഞു ചെയ്യാം, നമുക്ക് ചെയ്യാം. അപ്പം പുള്ളി പറഞ്ഞു പോയി. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കഥ എന്നെങ്കിലും സിനിമയാക്കുന്നെങ്കിൽ അത് സംവിധാനം ചെയ്യാൻ ഞാൻ എന്നെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. എനിക്ക് സംവിധാനം ചെയ്യാൻ ഞാൻ വെച്ചിരിക്കുന്നതാണ്. അപ്പം എൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. ലഡു പൊട്ടിയാണ്. ഞാൻ പറയുക നല്ലൊരു തിരക്കഥാകൃത്തിന് തീർച്ചയായിട്ടും എഴുതുന്നയാൾക്ക് വളരെയധികം വിഷ്വൽ ഇതുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു പത്മനാഭനത് ഞാൻ ചെയ്യാം. ഒരുപക്ഷെ പുള്ളി പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ്. ഞാനെങ്ങനെയാണ് പെട്ടെന്ന് വേറൊരു കഥയായിട്ട് വന്നയാൾ ഞാൻ ഡയറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ ഈ മനുഷ്യൻ പറയുന്നത്. ഇവിടെ ഞാൻ ചെയ്യാം, എനിക്ക് തയ്യാറാണ്. അപ്പോൾ പത്മനാഭൻ പറഞ്ഞു അല്ല എനിക്കൊന്ന് ആലോചിക്കണം, ഒരു 3 ആഴ്ചത്തെ സമയം വേണം. കാരണം മറ്റൊന്നുമല്ല, ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും എൻ്റെ എല്ലാം ഡിഫറെൻറ്റ്. മറ്റേ സാങ്കേതികത്വം വളരെയധികം ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. അതും കൂടെ ഉണ്ടല്ലോ, ഒരു ടെക്നിക്കാലിറ്റി, ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഡയറക്ഷൻ. അതുകൊണ്ട് എനിക്കൊന്നും ആലോചിക്കണം, ഡിസ്കസ് ചെയ്യാനുള്ളത്. അന്ന് അങ്ങേര് ഹരിപ്പോത്തൻ്റെയും ഭരതൻ്റെയും ഒക്കെ വളരെ സുഹൃത്തുക്കളാണ്. ഹരിപ്പോത്തനാണ് അങ്ങേരെ സിനിമ വേദിയിൽ ആസ് എ റൈറ്റർ കൊണ്ടുവന്നെത്തിക്കുന്നത്, ഡയറക്ടറായിട്ടില്ലെന്നേ ഉള്ളൂ. എന്തായാലും ഈ ആശയം ഹരിയോടും ഭരതനോടും പുള്ളി സംസാരിച്ചു. അവർ തമ്മിൽ ചർച്ച ചെയ്തു. 3 ആഴ്ച എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യാം. അങ്ങനെ പെരുവഴിയമ്പലം ഉണ്ടായി. അങ്ങനെയാണ് പത്മരാജൻ എന്ന വ്യക്തി സിനിമ ഡയറക്റ്റ് ചെയ്യുകയും അതിന് ഞാനൊരു നിമിത്തക്കാരനാകുകയും ചെയ്യുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെ. ഈ ഡയറക്ടറിന് മാത്രമല്ല ചേട്ടന് ശരിക്കും ഗിരീഷേട്ടനെയും ചേട്ടനാക്കുണ്ടോ, ഗിരീഷ് പുത്തഞ്ചേരി. ശരിക്കും എത്രയോ കഴിവുള്ളതും നമ്മൾ മലയാളികൾ അംഗീകരിച്ച് ഗിരീഷേട്ടന്റെ വാക്കുകളും പാട്ടൊക്കെ കേട്ട ആരാ. ഗിരീഷൊക്കെ ഓർമ്മയിൽ ഒത്തിരി നമുക്ക് ഓർമ്മകൾ തരുന്നത്. അതല്ല എനിക്ക് നിമിത്തം വാങ്ങാൻ പറ്റിയല്ലോ. അശോകന്റെ വരവ് പെരുവഴിയമ്പലത്തെ അശോകന്റെ വരുന്നത്, പുത്രനിലൂടെ ബിജു മേനോൻ, പിന്നെ റഹ്മാൻ കൂടെവിടെയിലൂടെ. അപ്പോൾ ഇതൊക്കെ എനിക്ക് എന്നാ പറയുന്നത്, എന്നൊക്കെ ഒരു നിമിത്തമാകാൻ ദൈവം എന്നെ സഹായിച്ചല്ല. എൻ്റെ കഴിവല്ല, അവരുടെ കഴിവുകൊണ്ട് വന്നതാണല്ലോ, അല്ലാതെ എനിക്കല്ല. പക്ഷെ ദൈവം അതിനൊരു നിമിത്തം അച്ചായനായെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ബിജുവിനെ പറ്റി പറഞ്ഞപ്പം പെട്ടെന്നൊരു ഒരു ഫ്ലാഷ് ബാക്ക് അടിച്ചത് മറ്റൊന്നുമല്ല, ഭർത്താവിനെ പറ്റിയാണ്. എൻ്റെ ഏട്ടനെ പറ്റി. എൻ്റെ ഏട്ടൻ. അതായത് ഞാൻ ദില്ലിമാല രാജകുമാരൻ എന്ന് പറഞ്ഞൊരു പടം, എൻ്റെ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത, അതിൻ്റെ ഷൂട്ട് ഊട്ടി നടക്കുക. അപ്പോൾ അതിലൊരു കഥാപാത്രം ബിജു ചെയ്യണം. ഇപ്പോൾ രാജസേനാണ് സംവിധായകൻ. സേനൻ പറഞ്ഞു നമുക്ക് അധികമൊന്നും ഇല്ലെങ്കിലും ആ ക്യാരക്ടറിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ബിജുവിനെ കിട്ടുമോ? ബിജു ഒക്കെ ഇപ്പോൾ വളരെ തിരക്കല്ലേ, പിന്നെ കറിയാച്ചനല്ലേ ബിജുവിനെ കൊണ്ടുവന്ന ഒരാളല്ലേ. ഞാൻ പറഞ്ഞു അത് ശരിയാണ്, പക്ഷേ ഈ ചെറിയ വേഷത്തിന് വിളിച്ചാൽ എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരൊക്കെ ബിസിയായിപ്പോയി, സിനിമയാണ്, നമ്മളങ്ങനെ വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാമെന്നു. ഞാൻ ഊട്ടിയിൽ നിന്ന് വിളിക്കുമ്പം ബിജു ഷാജിയുടെ പടത്തിൻ്റെ സെറ്റിലാണ് ഇവിടെ, ഏതോ ഒരു പടം. അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഷാജി കൈലാസ് സാറിൻ്റെ പടത്തിലാണ്, എനിക്ക് വിട്ടുപോരാൻ ഒക്കുമോ? ഞാൻ പറഞ്ഞു ഷാജിയോട് ചോദിക്കുക, അവിടെ ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്നെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ഓർമ്മയിലുള്ള ഒരു കാര്യം, ഷാജിയുടെ വാക്കുകൾ ബിജു പറഞ്ഞതാണ്. ഷാജി പറഞ്ഞത് എൻ്റെ ഷൂട്ട് വേണമെങ്കിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് തരാം, പക്ഷേ ബിജുവിന് ആദ്യം അവസരം തന്ന ആ മനുഷ്യൻ വിളിച്ചപ്പോൾ പോകണം. ഞാൻ ഷാജിയെ ചിന്താമണി കൊലക്കേസിൻ്റെ ഷൂട്ടിങ് ചെന്നപ്പോഴും ഞാനത് പറഞ്ഞു. ഷാജി വലിയൊരു ഇതാണ് ആ മനസ്സ്. പിള്ളേരും ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കും അല്ലേ? അപ്പൊ അങ്ങനെയാണോ അവരും ഈ സൂപ്പർ ഹിറ്റ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയി മാറിയത്? അവർ കോട്ടയത്ത് പഠിച്ചത് പള്ളിക്കൂടം എന്ന് പറഞ്ഞ സ്കൂളിൽ, മിസസ് റോയിഡ്. എൻ്റെ 3 മക്കളും ബോബി, സഞ്ജയ്, തങ്കം, ഇവർ 3 പേരും അവിടെ പഠിച്ചു. അവിടെ ഈ പറഞ്ഞ പോലെ നാടകം, സ്കിറ്റൊക്കെ ഉണ്ട്. ഇവരൊക്കെ എഴുതും, ഇവരെ കൊണ്ട് എഴുതിക്കും. ചെറുകഥകളൊക്കെ എഴുതാൻ, ചെറുകഥകൾ എഴുതാനൊക്കെ ഇവർക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവർ എഴുതും, പിന്നെ ധാരാളം വായിക്കും. അതിന് കൂടുതലും പ്രചോദനം എൻ്റെ ഭാര്യ തന്നെയാണ്. കാരണം ഒരു കോളേജ് ടീച്ചറാണ്, കൂടുതൽ വായിക്കാൻ കൊടുക്കുക. എനിക്ക് ആ വിവരങ്ങളൊക്കെ കുറവാണല്ലോ. ഞാൻ കുറേ മലയാളം നോവലൊക്കെ വായിക്കുന്നില്ല, വേറെ ഒന്നുമില്ല. പുള്ളിക്കാരത്തി അതല്ല, എല്ലാം പിള്ളേരെ പഠിപ്പിക്കേണ്ട കാര്യത്തിലാണെങ്കിലും അവരുടെ ഈ വക വളർച്ചയിലൊക്കെ ധാരാളം പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യ തന്നെ, യാതൊരു സംശയമില്ല. അവര് ഭാവിയിൽ ഇന്ന ആൾക്കാരാവണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടില്ലേ? ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മൂത്ത മകൻ ബോബി ഡോക്ടറാണ്, MD ഇൻ ജനറൽ മെഡിസിൻ, ഫിസിഷ്യനാണ് ഒരു ഹോസ്പിറ്റലിൽ. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യും, അതിൻ്റെ കൂടെ എഴുത്തും നടക്കും. സഞ്ജയ് കുറേ കാലം കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിരുന്നു, MA MBEഡും കഴിഞ്ഞിട്ട് ഗസ്റ്റ് ലെക്ചറായിരുന്നു.
അത് കഴിഞ്ഞിട്ട് പക്ഷേ അവന് താല്പര്യക്കുറവായിരുന്നു, ഒരു അധ്യാപന പ്രക്രിയയോട് വലിയ താല്പര്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എനിക്ക് സിനിമ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ കമലിൻ്റെ കൂടെ വിട്ട് 2-3 പടം വർക്ക് ചെയ്തു. കമൽ തന്നെ അന്നേരം എന്നോട് വിളിച്ച് പറഞ്ഞു ഇവർക്ക് എഴുതാൻ നല്ല ഫ്ലെയറുള്ള പിള്ളേരാണ്, അതാണ് നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ കമലൊക്കെ അവരുടെ ഗുരുവാണ്. എൻ്റെ മോള് അവൾ പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, പക്ഷേ നന്നായിട്ട് പാടുമായിരുന്നു. എൻ്റെ വീട് അപ്പിനകത്ത് പാടിയിട്ടുണ്ട്, യേശുദാസുമായിട്ട് പാടും, നന്നായിട്ട് നല്ല അസലായിട്ട് പാടും. അപ്പോൾ ഇതേപോലെ ബേസ് ഒന്നും പഠിച്ചു വെച്ചിട്ടില്ല. മോള് പഠിച്ചതാ, പാട്ട് പഠിച്ചതാ. പക്ഷേ എന്ത് ചെയ്യാൻ, അപ്പം ഒരു 24 വയസ്സൊക്കെ ആയപ്പോൾ കല്യാണമൊക്കെ കഴിച്ചു. ഇപ്പോൾ സിംഗപ്പൂരിലാണ്, 2 മക്കളുമായി. എനിക്ക് 6 കൊച്ചുമക്കളുണ്ട്. ഗോപിക്ക് 2, സഞ്ജുവിന് 2, തങ്കത്തിന് 2, 6 പെൺകുട്ടികൾ. നല്ലതാ. അയ്യോ ഇഷ്ടം, പെൺമക്കളുണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത്. അച്ചായ എനിക്ക് 3 ആമക്കളാട്ടോ. അച്ചായ ഇങ്ങനെ ഒന്നും എടുത്തു പറയരുത്, ഞാൻ മേടിച്ചു. പക്ഷെ എന്നാലും ശ്രമം നിർത്തണ്ട. അയ്യോ അച്ചായ ഞാൻ പറയുന്നത് ഒരു പെണ്ണുള്ളതുണ്ടല്ലോ എപ്പോഴും. എനിക്ക് 3 പെൺമക്കളാ കേറി വരാൻ പോകുന്നത്, അറിയാവോ? വരുമല്ലോ. ഞാനിപ്പോ ഇല്ലാത്തതിനെ പറ്റി പറയല്ല. പെൺമക്കളുണ്ടെങ്കിൽ അത് അനുഭവിച്ചറിയുന്ന അച്ഛനമ്മമാരുടെ സുഖം അതൊന്നും വേറെ. എനിക്ക് വരുന്ന ആമക്കളോട് ഇഷ്ടക്കുറവൊന്നും ആയിരുന്നില്ല, പക്ഷേ ആമക്കളോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ബോബിയും സഞ്ജയനെ കണ്ടാൽ ഞാൻ പറഞ്ഞേക്കും അച്ഛൻ്റെ ഉള്ളിൽ ഇതായിരുന്നു മോനെ. അവർ പറയുമല്ലോ തങ്കത്തിനോട് അവർ പറയുമല്ലോ തങ്കത്തിനോടാണല്ലോ ഏറ്റവും ഇഷ്ടം. ഞാൻ സമ്മതിച്ചു കൊടുക്കാറുണ്ട്. സമ്മതിച്ചു കൊടുക്കും. അപ്പൊ പിന്നെ കുജുമ്പും കുന്നായ്മ ഒന്നും ഏക്കുകയല്ല. അതൊന്നുമില്ല, അതൊരു പ്രശ്നം. അവര് പറയുമല്ലോ, ഇങ്ങോട്ട് പറയും. അല്ല പിന്നെ എന്തായാലും അച്ഛൻ ക്രിസ്മസ് വരുമല്ലേ, ആദ്യം ഞങ്ങളുടെ ക്രിസ്മസിന്റെ ഭക്ഷണം അച്ഛന് തരാൻ പോകും. ഓക്കെ. പാലപ്പം, താറാവ് റോസ്റ്റ്. കുറച്ചിട്ട് അപ്പൊ കഴിക്കാല്ലേ? പിന്നെ അച്ഛൻ കഴിച്ചോ? താറാവ് ഇവിടെ തിരുവനന്തപുരത്തൊക്കെ നല്ല കിട്ടുമോ? ഓ ഇല്ല, അത് നമ്മുടെ അങ്ങോട്ട് തന്നെയാണ്. ഞങ്ങളുടെ കുമരകം, കോട്ടയം ഒക്കെ. നമ്മുടെ ഒറ്റയടിക്ക് മേടിക്കണ്ട, ഞാനും പകുതി അതിനകത്തുണ്ട്. എനിക്കറിയാം. അത് അല്ലല്ല, നമുക്ക് പടിഞ്ഞാറൻ ഭാഗത്തു നിന്നാണ് ഏറ്റവും നല്ല താറാവ്. ഏറ്റവും നല്ല താറാവ് ഭാഗമാണ് ഏറ്റവും നല്ല താറാവ്. അതെ, ഇവിടെയൊക്കെ കിട്ടും, എന്നാലും അത്രയും വരികയല്ല. നെറ്റിയൊന്നും ചുളിക്കരുത്, ചേർത്തി ഉണ്ടാവില്ല. എനിക്ക് ഭാവിയുണ്ടോ ഈ തൊഴിലിൽ? എന്റെ തമ്പുരാനെ എന്ന് നോക്കുക. കുഴപ്പമില്ല. എൻ്റെ ഭാര്യ അഫ്സൽ കുക്ക, സംശയം വേണ്ട. അതെനിക്കറിയാം. അഫ്സൽ കുക്ക. മരുമക്കളൊക്കെ എന്നൊക്കെ ചെയ്യും? മരുമക്കൾ, മൂത്ത മരുമകള് ഡോക്ടറാണ്, കോട്ടയം കാരിത്താസിലെ ഡോക്ടറാണ്. രണ്ടാമത്തെ സഞ്ജയൻ്റെ ഭാര്യ അഞ്ജന നായർ, അവൾ റേഡിയോ മാംഗോയുടെ ചീഫാണ്. മരുമോന എവിടെ? സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്നു. സിംഗപ്പൂരിലെ സിറ്റി ബാങ്കിലാണ്.